ഞാൻ ശിവറാം ബാബുകുമാർ എല്ലാവരെയും മറ്റൊരു വീഡിയോയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള ആ കാലഘട്ടത്തിലെ സമയത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ഇത്രയാണ് ചിങ്ങൻ രാശി വരുന്നത്. ആ രാശിയിൽ ജനിച്ചവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 15 മിഥുനമാസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മാസഫലങ്ങൾ പറയുമ്പോൾ നമ്മൾ പരിശോധിക്കുന്ന മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് സൂര്യൻ്റെ മൂവ്മെൻറ്റാണ്, രവിയുടെ മൂവ്മെൻറ്റാണ്. രവി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലാണ് രവി നിൽക്കുന്നത്. അനുകൂലമായ സ്ഥലമാണ്. 11 കൂടാതെ ബുധനും ശുക്രനും ഉണ്ട്. ശനി 7ാം ഭാവത്തിൽ തന്നെ ബലവാനായി കണ്ടകശനിയായിട്ട് നിൽക്കുന്നുണ്ട്. അതത്ര അനുകൂലമല്ല. 10ൽ വ്യാഴമുണ്ട്, അനുകൂലമല്ല. അഷ്ടമത്തിൽ രാഹുവുണ്ട്, അനുകൂലമല്ല. അതേപോലെ തന്നെ 9 ചൊവ്വയുണ്ട്. ചൊവ്വ ഭാഗ്യാധിപനാണെങ്കിലും ഗോചരം വരാൻ വലിയ പ്രയോജനം ചെയ്യുന്നതല്ല. അപ്പോൾ ഇതാണ് പൊസിഷൻ. ഈ പൊസിഷനിൽ ചിങ്ങൻ രാശിക്കാരെ ആകെ തുണയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ രവിയും ബുധനും ശുക്രനും മാത്രമാണ്. അതുതന്നെ ബുധൻ ജൂലൈ 1 ആകുമ്പോൾ ഈ മാസം 29 ജൂൺ 29 ബുധൻ 12 വരുന്നുണ്ട്. 12 കുഴപ്പമൊന്നുമില്ല ബുധന്. ഇതാണ് അവരുടെ പൊസിഷൻ. അപ്പം ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഈ മാസത്തിലെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളുടെ ദിവസങ്ങൾ പറയുന്നുണ്ട്. കടം വിടാനുള്ള മുഹൂർത്തങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഫൈനാൻസാണ് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാര്യം നമുക്ക് ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസവും അനുകൂലമായ മാസമാണ്. കാര്യം 10 രവി. അപ്പോൾ പ്രൊഫഷണലായിട്ട് അവർക്ക് അനുകൂലമായ മാസമായിരുന്നു. ഫൈനാൻഷ്യലായിട്ടും വലിയ കുഴപ്പമില്ല. ബുധനൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്, ശുക്രൻ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. കിട്ടാനുള്ള കാശെല്ലാം കിട്ടും, ഇതെല്ലാം കിട്ടും. പിന്നെ എന്താ കിട്ടാതെ? പ്രൊഫഷണലും വളരെ നന്നായിരിക്കും. പ്രൊഫഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഫയലുകളും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യും. അവർക്ക് നല്ല അവാർഡ്സും പ്രശംസകളും അപ്രീസിയേഷൻസ് എല്ലാം കിട്ടും. അതെല്ലാം കഴിഞ്ഞ മാസം ചെയ്തതിൻ്റെ അപ്രീസിയേഷൻ ഈ മാസമാണ് കിട്ടാൻ പോകുന്നത്. അതിന് 11 രവി. ഈ ഭാഗ്യങ്ങളെല്ലാം ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ വളരെ അനുകൂലമായ ഒരു പീരീഡാണ് പ്രൊഫഷണലി അവർക്ക്. എന്താണ് അനുകൂലമല്ലാത്തത്? പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ലെവലും ഞാൻ പറയുന്നുണ്ട്. നിൽക്കുമ്പോൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും? ഓഫീസർക്ക് ഉദ്യോഗം അനുഷ്ഠിക്കുന്നവർക്ക്, ഉദ്യോഗം കൊടുക്കുന്നവർക്ക്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പിന്നെ മറ്റുള്ള ബിസിനസ്സുകാർക്ക്, പ്രൊഫഷണലി സെയിൽസ് പീപ്പിൾ, സംസാരം കൊണ്ടിരിക്കുന്നവർ, പ്രൊഫസേഴ്സ്, എല്ലാവർക്കും വളരെ അനുകൂലമായ മാസമാണ്. ഇങ്ങനെ ഒരു അനുകൂല അവസ്ഥ വരും കുറച്ച് കാലം എടുക്കും. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഒരു മാസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ഈ പറയാനുള്ളത്. 7 നേരത്തെ പറഞ്ഞ പോലെ ശനി സ്ട്രോങ്ങായി നിൽക്കുന്നുണ്ട്. അത് ഈ മാസം അവസാനമാകുമ്പോൾ ശനി വക്രത്തിലോട്ട് മാറുകയും ചെയ്യും. സ്പീഡ് കുറയും. ഇതൊക്കെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫാമിലിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം. ചെറിയ വഴക്കുള്ളതിൻ്റെ അടുത്ത 2ാമത്തെ വാചകം അങ്ങ് ചൂടാവരുത്. കാര്യം ചിങ്ങൻ രാശിക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. ക്ഷമ കുറവാണ്, ഈഗോ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ താരാൻ മടിയുണ്ടാവും. സ്റ്റെപ്പെത്താം. ഞാൻ പറയുന്നത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാസം വരാൻ പോകുന്ന കാലഘട്ടം ശരിയാവുള്ളൂ. കണ്ടശനി സ്ട്രോങ്ങായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ 7 ശനി നിൽക്കുമ്പോൾ ഭർത്താക്കന്മാർ അന്യോന്യം വഴക്കുണ്ടാവും. മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്സുമായിട്ടും വഴക്കുണ്ടാകാം. പ്രായം കൂടുതലുള്ളവരുമായിട്ട് നമ്മൾ വഴക്കുണ്ടാകും. നമ്മൾ വഴക്കുണ്ടാക്കുന്നതല്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആ സാഹചര്യത്തിൽ നമുക്ക് ചിങ്ങൻ രാശിക്കാർ ചെയ്യേണ്ട ഒഴിഞ്ഞു പോകണം. അല്ലാതെ നമ്മളെ തെറ്റ് അല്ലെങ്കിൽ സോറി പറയാൻ കുട്ടക്കണം കേസ് വലുതാക്കിയാൽ അത് നമുക്ക് തന്നെയാണ് ഭാവിയിൽ വിനയായി മാറുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നത്. അത് ഭ്രമിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഒരു കാലമൊന്നും ഇപ്പോൾ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ മാത്രമേ ഉള്ളൂ. അല്ലാതെ പൊതുവേ നിങ്ങൾക്ക് വളരെ അനുകൂലമായൊരവസ്ഥ അല്ല ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമ്മൾ വളരെ തന്ത്രപൂർവ്വം കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ. കാര്യം ചിങ്ങൻ രാശിക്കാർക്ക് സ്വതവേ ഭാഗ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രൊഫഷനെല്ലാം വിട്ടുവീഴ്ചകൾ കാണിക്കണം. കുട്ടികളും അതേപോലെ തന്നെ ഈ പറഞ്ഞ കുട്ടികളും ഒക്കെ കുറച്ച് ചെറിയ സംഭവം കാണിക്കുക. ഈ മാസം നിങ്ങൾക്ക് മുതലെടുക്കുക. ഈ മാസം അനുകൂലമായ മാസമാണ്. പ്രൊഫഷണലി എല്ലാ രീതിയിലും അനുകൂലമായ മാസമാണ്. ഈ മാസം മുതലെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറ്റി പറയാറില്ല. എൽഡേഴ്സ്, ബൈക്കുകളിലൊക്കെ ചെത്തിപ്പോകുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഒക്കെ അവർക്ക് സൂക്ഷിക്കണം. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശനിയും 8 രാഹുവൊക്കെ ആ മനുഷ്യനെ കടത്തുന്ന സംഭവങ്ങളാണ്.
അപ്പോൾ അതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണ്. അതിലെന്താ ഗുണങ്ങൾ പ്രൊഫഷണലിയും മറ്റ് രവിയുടെ സംബന്ധമായും ഓഫീസിൽ നിന്നും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള അപ്രിസിയേഷൻ എല്ലാം കിട്ടുന്നൊരു സമയമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നാണ് പറയാനുള്ളത്. ഇനി കുറച്ച് നല്ല ദിവസങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാറ് വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ചില അഗ്രിമെൻ്റ് ഒപ്പിടാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാനോ അല്ലെങ്കിൽ മേലധികാരി കാണാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് പറ്റിയ മുഹൂർത്തങ്ങളാണ്, മുഹൂർത്ത ദിവസങ്ങളാണ്. ഈ മാസത്തിലെ ജൂൺ മാസം 17 കൊള്ളാം, 17, 24, 26. ഈ മാസം കൊള്ളാവുന്ന ദിവസം 17, 24, 26. അടുത്ത മാസം 3-ാം തീയതി മാത്രമേ കൊള്ളാവൂ. മറ്റുള്ള ദിവസങ്ങളൊന്നും ഒരു നല്ല ദിവസമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. പിന്നെ കടം വിടാനുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ പറയാം. ഞാൻ പല പ്രാവശ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള വിശദമായി ഞാൻ പറയുന്നില്ല. ജൂൺ മാസം 15-ാം തീയതി ശനിയാഴ്ച രാവിലെ 8:30-നും 10 മണിക്കും മധ്യയുള്ള സമയം വളരെ അനുകൂലമായ സമയമാണ് കടം വിടാൻ. ഓൺലൈൻ ട്രാൻസാക്ഷന് കൊടുക്കാം. 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4:15-നും 5:30-നും മധ്യയുള്ള സമയം, അത് 45 മിനിറ്റുള്ള ആ സമയം അനുകൂലമാണ്. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 8-നും 9:30-നും മധ്യയുള്ള സമയം കൊള്ളാം. 22-ാം തീയതി ശനിയാഴ്ച. 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 1:30-നും മധ്യയുള്ള സമയം അനുകൂലമാണ്. 29-ാം തീയതി ശനിയാഴ്ച രാവിലെ 7:30-നും 9 മണിക്കും മധ്യയുള്ള സമയം വളരെ അനുകൂലമായ സമയമാണ്. ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 7-നും 8:30-നും മധ്യയുള്ള സമയം കൊള്ളാം. 9-ാം തീയതി ചൊവ്വാഴ്ച 1 മണിക്ക് 3:30-നും മധ്യയുള്ള സമയം അനുകൂലമാണ്. 9-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഉച്ചയ്ക്ക് 1-നും 3:30-നും മധ്യ. 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:30-നും 8 മണിക്കും മധ്യയുള്ള സമയം കൊള്ളാം. 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:30-നും 8 മണിക്കും മധ്യം. 13-ാം തീയതി തന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് 2:30-നും മധ്യയുള്ള സമയവും അനുകൂലമാണ്. 17-ാം തീയതി ബുധനാഴ്ച 2:30-നും 3:30-നും മധ്യയുള്ള സമയം ഉച്ചയ്ക്ക് ശേഷം ആ സമയം വളരെ അനുകൂലമാണ്. അപ്പോൾ ഈ സമയത്ത് കടം വിടാനുള്ള ആൾക്ക് കുറച്ചെങ്കിലും എമൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ചിങ്ങമാസത്തിന് പ്രൊഫഷണൽ കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമാണ്. ഇതെല്ലാം മാക്സിമം മുതലെടുക്കാൻ ശ്രമിക്കുക ഈ സമയം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.